ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഡെലിവറീൻ്റെ മുന്നെയാണ് ഒരു വ്ളോഗ് ഇട്ടത്. അപ്പോൾ അതിന് ശേഷം പിന്നെ വ്ളോഗ് ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ നിധി സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നിധി എന്നാണ് വാവനെ വിളിക്കുക. അങ്ങനെ ഇതാ ഞാൻ നിധീനെ ഉറക്കിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഞാനൊന്ന് ബ്രഷൊക്കെ ചെയ്ത് ഇന്നിപ്പോൾ ഒരു ക്ലീനിങ് വീഡിയോ ആണേ. അപ്പോൾ അത് രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു. എടുക്കണം എന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ പെട്ടെന്ന് വിചാരിച്ച ഒരു വ്ളോഗ് ഇട്ടിട്ട് കുറേ ആയില്ലേ, അപ്പോൾ ഇന്ന് ഏതായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ്. അപ്പോൾ അത് രാവിലെ ഇതാ ബ്രഷൊക്കെ ചെയ്ത് ഞാനൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കണം. രാവിലത്തെ ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിൽ നോക്കാൻ. കാരണം ഇപ്പോൾ കുറേ ആയല്ലോ വീടൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല. കാരണം നമ്മൾ ഈ സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും നോക്കി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ വന്ന് ക്ലീൻ ആക്കിയിടലൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാ ഞാൻ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നിധീൻ്റെ അടുത്തൊന്ന് പോയിട്ട് കുറച്ച് നേരം ഒന്ന് വാവനെ ഒന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ അപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ ഇരുന്നൊരു ചായയൊക്കെ കുടിച്ച് അപ്പോൾ അച്ഛൻ വരുന്ന സമയത്ത് ഇലയട കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇലയട. അപ്പം പിന്നെ അച്ഛൻ അത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അച്ഛന് രാവിലത്തെ വെള്ളയപ്പവും കറിയും കൊടുത്ത് അപ്പോൾ അച്ഛൻ അതും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും അച്ഛൻ ഇങ്ങനെ വരുമ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര വിശപ്പാണ് ഫീഡ് ചെയ്യുന്നതിന് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ വെള്ളപ്പൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അച്ഛൻ ചായ കുടിക്കുമ്പോൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുടിക്കാൻ. അപ്പോൾ നിധി ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആ എല്ലാവരുടെയും കൂട്ടി ചായ കുടിച്ച് പിന്നെ ഞാൻ ഇനിയിപ്പോൾ ക്ലീനിങ് പരിപാടിയിലേക്ക് കയറിയിട്ട് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാനൊരു പഴയ ഡ്രസ്സ് എടുത്തിട്ടോ. പിന്നെ എന്തായാലും മാറ്റണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പഴയ ഡ്രസ്സ് ഇട്ടപ്പോൾ നിധീനെ ഉറക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരാണ്. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി ഇടാനുണ്ട്. അപ്പോൾ അത് മോളവിടെ ഉറങ്ങുന്നതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ബെഡ് അവിടെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതെനിക്ക് ഈ ഒരു നമ്മുടെ പുതിയ ബെഡിൽ ഇങ്ങനെ ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് കിടക്കാനൊന്നും പറ്റില്ല ഇനി. അപ്പോൾ ആ ഒരു ബെഡ് പാപ്പൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിലായിരുന്നു കേട്ടോ കിടക്കലൊക്കെ. അപ്പോൾ ഈ റൂമിലിരുന്ന് മെഷീനൊക്കെ അപ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കലും ഒന്നുമില്ലായിരുന്നു റെസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഒക്കെ ഒന്ന് റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റൂമിൽ നിന്നാണ് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ റൂമിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പോൾ അച്ഛനും എന്നെ സഹായിക്കുന്നുണ്ട്. അച്ഛൻ പിന്നെ വെറുതെ ഇരിക്കില്ല. അച്ഛൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പണികൾ എടുത്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഞാൻ അപ്പോഴേക്കും അച്ഛൻ റൂമൊന്ന് അടിച്ചു വാരി തന്ന് ഞാൻ മാറാലൊക്കെ തട്ടി പിന്നെ ഞാനൊന്ന് തുടയ്ക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ ഇങ്ങനെ ചെയ്യല്ലോ. അപ്പോൾ മോൾ ഉറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഓരോന്ന് ചെയ്യാണ്. അങ്ങനെ ഇതപ്പോൾ അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ നമ്മുടെ ഡ്രസ്സിങ് ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു അസുഖമുണ്ട്. ഒരു സ്ഥലത്ത് ഒരു ദിവസം വെച്ചാൽ പിന്നെ മാറ്റിയിടണം എന്ന് തോന്നും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടും. പിന്നെ ഈ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ തുടയ്ക്കാതെയായിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് തുടച്ച് പിന്നെ അതിൻ്റെ മേലെയുള്ള ആ ലീഫൊക്കെ ഒന്ന് എടുത്തിട്ട് കഴുകിയിട്ട് വേണം പിന്നെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആ ലീഫൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ റൂമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങളൊക്കെ നീക്കിയിട്ടിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ചായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിട്ടൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ നിധീൻ്റെ അടുത്ത് പോയിട്ട് പാലൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ ഓരോ സമയം ഇങ്ങനെ എടുക്കാൻ ലേറ്റാവും. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വാവേനെയും കൂടി നോക്കണ്ടേ. അങ്ങനെ ഞാനൊന്ന് കിച്ചണും ഒന്നൊക്കെ ഒന്ന് എല്ലാ ഭാഗവും തുടച്ചിടുകയാണ്. അപ്പോൾ ഷെൽഫൊന്നും ഇപ്പോൾ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അത് ഇനിയിപ്പോൾ നമ്മുടെ ശ്രീകുട്ടിക്കും കൂടി ലീവുള്ള സമയത്താണ് രണ്ടാളും കൂടെ ചെയ്യുള്ളൂ. ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ ആകെ ഓരോ കാര്യങ്ങളൊക്കെ പരന്ന് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ചിമ്മിണി ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കേണ്ട. അതൊക്കെ ഒന്ന് പൂപ്പൽ പിടിച്ച മാതിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയില്ലേ ഒന്നും ചെയ്യാൻ കഴിയാതെയായിട്ട്. അങ്ങനെ കുറേ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ഞാനിതാ ജനലൊക്കെ ഒന്ന് ഒക്കെ തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. മഴ അങ്ങനെ കുറച്ചൊന്ന് ചാറുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹോളൊന്ന് ഞാൻ മാറാലൊക്കെ തട്ടിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഈ പെണ്ണുങ്ങൾ ഇല്ലെങ്കിൽ ആകെ വീടെല്ലാം കൂടെ അവതാളത്തിലാവും. കാരണം എല്ലാം വൃത്തിയാക്കാനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ പരന്നെടുക്കുക. ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ശ്രീകുട്ടിയും കൂടിയൊക്കെ ലീവുള്ളപ്പോൾ എനിക്ക് നന്നായി സഹായിച്ചു തരും കേട്ടോ. അപ്പം പിന്നെ അച്ഛനുണ്ട്. അച്ഛൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഞാൻ സിറ്റ് ഔട്ടിലെ മാറാലൊക്കെ ഒരുപാട് മാറാലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. വീട് നമ്മളത് പുതിയതാണ്, പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോയില്ലേ. അപ്പോൾ ഇതുവരെ ശ്രദ്ധിക്കാൻ ആരും ഇല്ലല്ലോ. അങ്ങനെ കിച്ചണൊക്കെ ഞാൻ നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള ക്ലീനിങ് വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ നിധി ഇങ്ങനെ കരയുന്നതുകൊണ്ടൊക്കെ പാലൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ ഇതാ കിച്ചണൊക്കെ വൃത്തിയാക്കി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും എനിക്ക് കിച്ചൺ നല്ല വൃത്തിയായിരിക്കണം കേട്ടോ. അപ്പോഴേക്കാണ് ഏട്ടൻ മീൻ കൊണ്ടുവന്നത്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് കുളിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.